നമുക്ക് വചനത്തിലേക്ക് തുടർന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ സ്നേഹം പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അവിടുത്തെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴിയുന്നു. ഞങ്ങൾ അവിടുത്തെ കൂടി നോക്കുന്നു, മത്സരത്തോടെ സ്നേഹത്തോടെ ഞങ്ങളെ നോക്കുന്ന അവിടുത്തെ മത്സരം നിറഞ്ഞ തിരുമുഖത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ ചേർത്തണച്ച് ആശ്വസിപ്പിക്കുവാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ, ഞങ്ങളെ കൂടുതൽ ആഴത്തിലേക്കുള്ള അവിടുത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ ഹൃദയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ കുറവുകളെ അവിടുത്തെ വചനത്തിന് മുമ്പാകെ കർത്താവെ കാണുകയും ആഴത്തിൽ മനസ്സംതൃപ്തിയൊക്കെ ചെയ്യുമ്പോൾ കർത്താവെ അതൊരു കുറ്റബോധത്തിലേക്കല്ല, മറിച്ച് ഞങ്ങളെ കൂടുതൽ കരുതപ്പെട്ട് കൂടുതൽ ജീവൻ പ്രാപിച്ച് കൂടുതൽ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കും ഞങ്ങളുടെ സഹായിക്കണം. അവിടുത്തെ വചനത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ, ആ കണ്ണാടിക്ക് മുമ്പാകെ കർത്താവെ ഞങ്ങളെ തന്നെ കാണാൻ ഞങ്ങളെ സഹായിച്ചിട്ട് അവിടുത്തെ നാമത്തെ മുഹൂർത്തപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമ്മൾ 1 10 അധ്യായത്തിലെ ആദ്യത്തെ 10 വാക്യങ്ങള് നമ്മള് കാണുകയായിരുന്നല്ലോ. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുന്നുവെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. എവിടെ പറയുന്നത്? 1 അധ്യായത്തിന്റെ അതിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് തൊട്ട് അടുത്ത വാക്യം 11ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചേ? 10 അധ്യായത്തിന് ആദ്യത്തെ 10 വാക്യങ്ങളിൽ നമ്മൾ എന്താ കണ്ടേ? ഇസ്രായേൽ മക്കള് അവരുടെ മരുഭൂമിയിൽ പെട്ടുപോയി, അവർക്ക് കനാൻ ദേശത്തേക്ക് കയറാൻ സാധിച്ചില്ല. അപ്പൊ അതിന് നമ്മുടെ ബന്ധം. ഈ ഇസ്രായേൽ മക്കളുടെ ഈ ഒരു കഥ ഇവിടെ 1 10 പറയുന്നുണ്ട്, എബ്രായർ 3 അധ്യായത്തിൽ പറയുന്നുണ്ട്, യൂദയുടെ പുസ്തകം 1 അധ്യായമേ ഉള്ളൂ, അതിൽ പറയുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ 3 ഈ ഇസ്രായേലിന്റെ വീഴ്ചയുടെ കാര്യങ്ങള് അതൊരു മുന്നറിയിപ്പായിട്ട് നമ്മളോട് പറയുമ്പോൾ അതൊരു ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ എത്ര കേട്ടിരിക്കുന്നു എന്നുള്ളൊരു അനുഭവത്തോടായിരിക്കും കർത്താവേ, എനിക്ക് അധികമായിട്ട് ജീവൻ തരാനാണല്ലോ കർത്താവേ അവിടുന്ന് വന്നത്. എന്നുവെച്ചാല് നമുക്ക് സമർത്ഥമായ ജീവൻ തരുവാനാണ്. നമുക്ക് എല്ലാവർക്കും, രക്ഷിക്കപ്പെട്ടുള്ളവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? ജീവനുണ്ട്. എന്നാൽ നമുക്ക് സമൃദ്ധിയായ ജീവൻ തരാനും കൂടെ കർത്താവ് വന്നിരിക്കുന്നത്. ആ സമൃദ്ധിയായ ജീവൻ തരണമെങ്കിൽ നമ്മളുടെ ജഡം എത്രയധികം ക്രൂശിക്കപ്പെടുന്നുവോ, ആ ജഡമാകുന്ന തിരശ്ശീല എത്രയധികം ചീന്തപ്പെടുന്നുവോ, അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിന് നമ്മളുടെ ആഴത്തിലേക്ക്, നമ്മുടെ ഉള്ളത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് കവിഞ്ഞ് നമുക്ക് സമൃദ്ധിയായ ജീവൻ തരാനൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മള് പലപ്പോഴും വചനത്തിന്റെ ചില പല നമ്മൾ വചനം കേട്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു കീഴ്വഴക്കമായിട്ട് കർത്തൃമേശയുടെ ദിവസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശോധന ചെയ്യാൻ പറയും. അങ്ങനെ ഇത് എടുക്കാതെ, ഇത് യേശു കർത്താവ് എന്നോട് സംസാരിക്കുന്ന എനിക്ക് കൂടുതലായിട്ടൊരു ജീവൻ തരാൻ വേണ്ടിയാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ 17 അധ്യായത്തിന്റെ 3ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിനെ അറിയുന്നതാണ് പിതാവ് അയച്ച പുത്രനായ യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാല് പിതാവിനെ അറിയുന്നു, പിതാവിനെ നമ്മളുടെ സ്വർഗസ്വ പിതാവായിട്ട്, നമ്മുടെ അപ്പച്ചനായിട്ട്, നമ്മുടെ സ്വർഗത്തിലൊരു ഡാഡിയായിട്ട് ദൈവത്തെ അറിയുന്നു. പിതാവ് അയച്ച യേശുവിനെ, അവിടെ പിതാവിനെ അറിയുന്നത് നമ്മൾ വിരൽ വെച്ചുകൊണ്ട് യോഹന്നാൻ 17:3 പോവുകയാണെങ്കിൽ പിതാവിനെ അറിയുന്നു, പുത്രനെ അറിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അവിടെ ഒരു ഫ്രേസും കൂടെ എഴുതിയിട്ടുള്ളത് കണ്ട് ഞങ്ങള് യോഹന്നാന്റെ സുവിശേഷം വാക്യപ്രതിവാക്കുമായിട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ട് ഞങ്ങള് നമ്മുടെ കോട്ടേജ് ബൈബിൾ സ്റ്റഡിയിലൊക്കെ ഞങ്ങൾ ചിന്തിച്ചു കൊടുത്തപ്പം ഈ ഒരു ഫ്രേസ് കുറച്ചുകൂടെ എന്നെ ഒന്ന് ടച്ച് ചെയ്തു. Whom you have sent, അതിന്റെ 3ാമത്തെ വാക്യം യോഹന്നാൻ 17:3, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പിതാവ് അയച്ച യേശുവിനെ അറിയണം. യേശുവിനെ എനിക്കറിയാം. എന്നാ പിതാവിനാൽ അയക്കപ്പെട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാതെ എല്ലാത്തിനും നമുക്കൊരു മുൻമാതൃകയായിട്ട്, ഒരു മുന്നോടിയായിട്ട് ഈ ഓട്ടം ഓടി തിരിച്ച് സ്വർഗസിംഹാസനത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ, ആ ക്രൂസിന്റെ നിന്നയൊക്കെ അലക്ഷ്യമാക്കി കർത്താവ് ആ ക്രൂസിനെ സഹിച്ച് മുമ്പിൽ വെച്ചിരിക്കുന്ന പിതാവിനോടുള്ള ആ വലിയ കൂട്ടായ്മയുടെ സന്തോഷം, മുമ്പേ വെച്ചിരിക്കുന്ന ആ സന്തോഷം കണ്ടുകൊണ്ട് തനിക്ക് സഭയാകുന്ന കാന്തീകരിപ്പിക്കാൻ പോകുന്ന സന്തോഷമുണ്ട്. പിതാവിന് മുമ്പിലുള്ള ആ കൂട്ടായ്മയുടെ സന്തോഷമുണ്ട്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ക്രൂസിനെയൊക്കെ അലക്ഷ്യമാക്കി അപമാനത്തെ ലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ച ആ ഒരു കർത്താവ്. അപമാനത്തെ ലക്ഷ്യമാക്കി വെച്ചാൽ അപമാനത്തെ കുറിച്ച് കർത്താവ് ചിന്തിച്ചില്ല.
കെറ്റാഫ്രോണിയോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ പറഞ്ഞിരിക്കുന്നത് എബ്രായർ 12:2 എന്ന് വെച്ചാൽ തിങ്ക് ലിറ്റിൽ ഓർ നത്തിങ് ഓഫ് ഇതിൽ അപമാനത്തെ കുറിച്ചൊന്നും കർത്താവ് ഓർത്തില്ല, മറിച്ച് ആ, മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം, പിതാവിന്റെ സന്നിധിയിലുള്ള സന്തോഷപൂർണ്ണതയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. അതിലൂടെ ആ ക്രൂസിന്റെ ആ പുണ്യാഹ യാഗത്തിലൂടെ എനിക്ക് ഒരു കാന്തയെ എന്റെ ചങ്ക് പിളർന്ന് ആ, ആദാമിന്റെ ചങ്ക് പിളർന്ന് ഹൗവയെ എടുത്തതുപോലെ കർത്താവിന്റെ ചങ്ക് പിളർന്ന് അവിടെ സഭയെ രക്തവും നീരും വരുന്ന ഇടത്തു നിന്ന് ഒരു സഭയെ എടുക്കാനായിട്ട് പിതാവ് എന്നെ ഈ മരണമാകുന്ന ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ അറിഞ്ഞ് കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കർത്താവ് ആ ക്രൂസിനെ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ കർത്താവിനെ അറിയുന്നതാണ് ജീവൻ. അത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മള് ഭജനത്തിലെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും മുന്നറിയിപ്പുകളെ കുറിച്ചും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാളിച്ചകളെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ കർത്താവ് ഈ ജഡത്തില് എല്ലാവിധം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ നമ്മൾ 6 കാര്യങ്ങൾ ഇന്ന് കേട്ടു. എന്താ 6 കാര്യങ്ങൾ എന്തൊക്കെയാ? വെറുവെറുപ്പ് കേട്ടു, അവിശ്വാസത്തെ കുറിച്ച് കേട്ടു, മത്സരത്തെ കുറിച്ച് കേട്ടു, പിന്മാറ്റത്തെ കുറിച്ച് കേട്ടു, ഹൃദയകാഠിന്യത്തെ കുറിച്ച് കേട്ടു, ദുർമുഖത്തെ കുറിച്ച് കേട്ടു. ഈ 6 കാര്യങ്ങള് ഇല്ലാത്ത ഈ 6 കാര്യങ്ങളും നമ്മുടെ ജഡത്തിലൊന്നും ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? നമ്മുടെ ജഡത്തിൽ യാതൊരു തന്മയില്ല. നമ്മുടെ എല്ലാവരുടെയും ജഡത്തിൽ ഇതെല്ലാം ഉണ്ട്, വേരിയിങ് പ്രൊപ്പോർഷൻസിൽ. എന്നാൽ അത് മരണത്തെ ഏൽപ്പിക്കുക, അത് മരിപ്പിക്കുക. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ശക്തിയിൽ മരിപ്പിക്കാൻ സാധിക്കത്തില്ല. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ, ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന എവിടെ പറയുന്നേ? റോമർ 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അപ്പൊ അത്രയൊക്കെ അടുത്ത് വരെ എത്തി എന്റെ സഹധർമ്മിണി. റോമർ 8:6 പറഞ്ഞല്ലേ, അത് അടുത്ത് വരെ എത്തി. റോമർ 8:13 ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും എന്ന് പറയുന്നത്. അപ്പൊ കർത്താവേ, ഈ അവിശ്വാസത്തെ കുറിച്ച് ഹൃദയകാഠിന്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് ഹൃദയകാഠിന്യം ഉണ്ടായിരുന്നു. നമ്മളിപ്പം പുതിയ നിയമത്തിന്റെ വലിയ ഹൈനസ് ബിലീവേഴ്സ് ആണ്. ഞങ്ങൾ CFC ഇലൈറ്റ് ക്ലാസ് ആണ്. ഇലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രീമി ലെയർ, എന്റെ പാലൊക്കെ ക്രീമായിട്ട് മുകളിൽ പൊങ്ങി കിടക്കുന്ന ഒരു ക്രീമി ലെയർ പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും തരം കൂടിയ വിശ്വാസികളെ, ഞങ്ങൾ വലിയ 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 വിശുദ്ധിയെക്കുറിച്ചും ശിഷ്യത്വത്തെക്കുറിച്ചും അതിന്റെ ആഴങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന ആൾക്കാരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ എന്നാ കർത്താവേ, ഞാൻ കാണാത്ത ചില മല്ലന്മാര് ഈ കനാന്യ ദേശത്ത് ഇനിയും, ആ കനാന്യ ദേശത്തിന് വടക്ക് ഭാഗത്ത് ഇനിയും ഒളിച്ചിരിപ്പുണ്ട് ചില ഗുഹകളിലൊക്കെ. അവയെ കൂടെയൊക്കെ തോൽപ്പിച്ചിട്ട് വേണം എനിക്ക് കനാന്യ ദേശം മുഴുവനായിട്ട് സ്വന്തമാക്കുവാൻ. കനാന്യ ദേശത്തിന്റെ തെക്ക് ഭാഗത്തു നിന്ന് അവരെ വടക്കോട്ട് പോവുക. അപ്പം തെക്ക് ഭാഗത്തു നിന്ന് നമുക്ക് പറയാം മല്ലന്മാരെയൊക്കെ കീഴടക്കി അതുകൊണ്ട് തൃപ്തിയായി. ഞങ്ങൾക്ക് കുറച്ച് സ്വസ്ഥതയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങള് കനാനിലൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് ശരിയാണ്. എന്നാൽ ഇനിയും എത്രയോ മല്ലന്മാര് കർത്താവ് ഇനിയും വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ, നമ്മളിപ്പോ ഇന്ത്യയുടെ തെക്കിന്ന് വടക്കോട്ട് പോകുന്ന പറഞ്ഞതുപോലെ, കേരളത്തിന്റെ തെക്കിന്ന് വടക്കോട്ട് പോകുന്നത് പോലെ കേരളത്തിന്റെ ഏകദേശം ഒരു ഭൂപടം മാതിരിയൊക്കെ ഇസ്രായേലിന്റെ ഭൂപടം, ഒരു മനുഷ്യ ശരീരത്തിന്റെ ഒരു പിക്ചർ മാതിരിയായി ഇസ്രായേലിന്റെ ഭൂപടം നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇസ്രായേൽ മാപ്പ് ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. അപ്പൊ തെക്ക് നിന്ന് വടക്കോട്ട് അവരെ കീഴടക്കി കൊണ്ടുപോകും ജോഷുവയുടെയും കാലേബിന്റെയും നേതൃത്വത്തിലൊക്കെ. അപ്പം ഇവരും കർത്താവേ എന്റെ ജഡത്തിന്റെ ജഡമാവിന് തിരുച്ചിരിയിൽ അനേക രാഗമോഹങ്ങളുണ്ട് കർത്താവേ. ഇനിയും പല യേശുവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും. നമ്മളിപ്പം അവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആണോ അവിശ്വാസം? നമ്മൾ വിശ്വാസികളല്ലേ. പക്ഷേ കർത്താവേ, യേശു ആഗ്രഹിക്കത്തക്കതായിട്ടുള്ള, യേശു ആഗ്രഹിക്കുന്ന വണ്ണമുള്ള കർത്താവേ അത്രയും വിശ്വാസം ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മളിപ്പോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കർത്താവേ നമ്മളുടെ അവിശ്വാസമുണ്ട്. ഹൃദയകാഠിന്യം, നമ്മളൊക്കെ വളരെ ഹൃദയം നുറുക്കമുള്ള, വളരെ നുറുങ്ങുണ്ട ഹൃദയം, നമ്മൾ തമിഴിലങ്ങനെ നുറുങ്ങുണ്ട ഹൃദയം എന്ന് പറയും. നുറുക്കമുള്ള ഹൃദയമുള്ളവരാണ്. വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് കരച്ചിൽ വരും, പെട്ടെന്ന് ഞങ്ങൾ അനുഭവിക്കും. പക്ഷെ കർത്താവേ, യേശുവിന്റെ ആ ഹൃദയത്തിന്റെ ആ ഒരു മാർദ്ദവത്തെ കമ്പയർ ചെയ്യുമ്പോൾ കർത്താവിന്റെ ഹൃദയം എത്രമാത്രം കഠിനമാണ്. കർത്താവിനോട് കമ്പയർ ചെയ്യണം. നമ്മള് ബാക്കി സഹോദരങ്ങളോട് എന്റെ ഭാര്യയെക്കാട്ടി ഞാൻ എത്ര മെച്ചമാണ്, എന്റെ ഭർത്താവിനെക്കാട്ടി എത്ര മെച്ചം, എന്റെ കൂട്ടു സഹോദരങ്ങളെക്കാട്ടിലൊക്കെ ഞാൻ വളരെ കേമനാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിസ്തീയ സഭയിലുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരുടെയൊക്കെ കമ്പയർ ചെയ്യുന്നത് എന്താണെന്നാണ് നമ്മൾ സാങ്ക്ബേറിന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ എന്താ, നമ്മൾ ആരാണെന്നാ പറയുന്നത്? നമ്മള് ഭോഷന്മാരാണെന്നാ പറയുന്നത്. എവിടെ പറയുന്നേ? 2 കൊരിന്ത്യർ. ഇതിപ്പോ 1 കൊരിന്ത്യർ 10 നമ്മൾ 2 കൊരിന്ത്യർ 10 പോയാൽ ഭോഷന്മാരാണ്, നമ്മള്
നമുക്ക് ഭോഷന്മാരാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ അവരെക്കാട്ടി മെച്ചതാ, ഇവരെക്കാട്ടി മെച്ചതാ എന്ന് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നത് 2 Corinthians 10 അതിന്റെ 12ാമത്തെ വാക്യം. 2 Corinthians 10 നമ്മൾ 1 Corinthians 10 പെട്ടെന്ന് ഒരു ചാട്ടം ചാടി കഴിച്ചിട്ട് ചാടി ഇങ്ങോട്ട് എത്തി. 2 Corinthians 10 എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. 12ാമത്തെ വാക്യം, തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന, തങ്ങളെ തന്നെ അങ്ങ് ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അഭിനന്ദിക്കുക, പ്രശംസിക്കുക. തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്ത് ഒരുമിക്കുവാനോ ഉപമിക്കുവാനോ തുനിയുന്നില്ല. ചിലരാണെങ്കിൽ തങ്ങളെ തന്നെ അങ്ങ് ശ്ലാഘിക്കുക. അങ്ങനെയുള്ളവരോട് അപ്പോസ്തലൻ പറയുക, ഞങ്ങള്, അതായത് അപ്പോസ്തലൻ കൂട്ടുകാരക്കാരും അവരോട് ചേർത്ത് ഒരുമിക്കുവാനോ ഉപമിക്കാനോ ഒന്നും ഞങ്ങൾ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തില്ലെന്നാ പറയുന്നത്? തിരിച്ചറിവില്ല. വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഫൂളിഷ് എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മളുടെ ആത്മീയമായിട്ട് അജ്ഞതയുടെ ലക്ഷണമാണ് നമ്മൾ ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ മെച്ചമാണല്ലോ എന്നുള്ള കാര്യം ചിന്തിക്കുന്നത്. നമുക്ക് തിരിച്ച് 1 Corinthians 10 ആദ്യത്തെ 10 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിന് 11ാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ എന്താ അവിടെ കാണുന്നത്? ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാ ഇത്രയും ഇസ്രായേൽ മക്കൾ പെട്ടുപോയി? അതുകൊണ്ട് ഇത് ആകയാൽ നൗ ദീസ് തിങ്സ്, ഇത് ദൃഷ്ടാന്തമായി വെച്ചാൽ ഉദാഹരണമായി. ഇത് ദൃഷ്ടാന്തത്തിന്റെ അർത്ഥം ചിലത് ചോദിക്കും. പറയാം എക്സാമ്പിൾ. നമ്മള് പണ്ട് ഇംഗ്ലീഷിന്റെ വാക്ക് പറയുമ്പോൾ നമ്മൾ മലയാളം അർത്ഥം പറഞ്ഞു കൊടുക്കും. ഇപ്പം മലയാളം വാക്ക് പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് അർത്ഥം പറഞ്ഞ കൊച്ചുങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇത് ദൃഷ്ടാന്തമായിട്ട് സംഭവിക്കുന്നു, ഉദാഹരണമായിട്ട്. അതാ, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. അതിന്റെ 11ാമത്തെ വാക്യം, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്. ലോകാവസാനം വന്നെത്തിയും. ഇപ്പം പുതിയ പോപ്പൊക്കെ വരുന്നു. ആരാണ് വരുന്നതെന്നോ വേറെ ഇനിയിപ്പോ എതിർ ക്രിസ്തു ലോക ഭരണാധികാരിയൊക്കെ എപ്പോഴത്തേക്ക് വെളിപ്പെടുമെന്നോ കള്ളപ്രവാചകൻ എപ്പം വെളിപ്പെടുമെന്നോ നമുക്ക് അറിയത്തില്ല. എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ ഘടികാരം അവസാനത്തെ നാഴികയൊക്കെ 1ാം നൂറ്റാണ്ടിലെ എത്തിയെന്ന് 1 യോഹന്നാൻ 2ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം അവസാനത്തെ മിനിറ്റുകളും സെക്കൻഡുകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലോകാവസാനം എത്തിയിരിക്കുന്നതെന്ന് 1ാം നൂറ്റാണ്ടിലെ വിശ്വാസികളോട്, പരിധി വിശ്വാസികളോട് പറയുമ്പോൾ ലോകാവസാനം എത്തി ഇരിക്കുന്ന നമ്മളോട് എന്താ പറയുന്നേ? അതിന്റെ 11ാമത്തെ വാക്യം, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. നമുക്ക് ഫോർ അവർ ഇൻസ്ട്രക്ഷൻ upon whom the end of the ages have come. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതേപോലത്തെ കാര്യം നമ്മൾ റോമർ 15ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. ഈ ഇസ്രായേൽ മക്കളുടെ ഇപ്പൊ ഈ നമ്മൾ ശരിക്കും നമ്മുടെ പുതിയ ഉടമ്പടിയിൽ വിശ്വാസികളല്ലേ, ഈ പഴയ ഉടമ്പടി ഈ 3/4 ഭാഗം ബൈബിളിന്റെ 3/4 ഭാഗം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമായിരുന്നു. പോക്കറ്റിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ. ഇവർക്ക് ഇത്രയും വലിയ ബൈബിളെ ക്യാരി ചെയ്തുകൊണ്ട് പോകണം. അങ്ങനല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഈ പഴയ ഉടമ്പടിയൊക്കെ എന്തോത്തിനാ തന്നിരിക്കുന്നേ? അതൊക്കെ എന്തായാലും പോയെന്ന് പറയുന്നു. അതിട്ട് അതൊക്കെ ഒബ്സലീറ്റ് ആയി, അതൊക്കെ എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തിനാ ഇത് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ പഴയ ഉടമ്പടി മോശയിലൂടെ ഇസ്രായേലുമായിട്ട് ദൈവം ഉണ്ടാക്കിയ ഉടമ്പടി ഇന്ന് അത് നിലവിലില്ലെങ്കിലും പഴയ നിയമത്തിന്റെ ദൈവത്തിന്റെ വചനം ഇന്നും ദൈവവചനം തന്നെ, അതും ദൈവവചനം തന്നെ, അതും ദൈവവിശ്വാസിയമായ ദൈവവചനം തന്നെ. അത് അതിന്റെ ആത്മീയ അർത്ഥത്തിൽ നമുക്ക് ഇന്ന് ആപ്ലിക്കബിൾ. അത് നമ്മൾ റോമർ 15ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. റോമർ 15:4, എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകൾ ഉളവാക്കുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ മുമ്പേ എഴുതിയിരിക്കുന്നതൊക്കെ എന്തിനു വേണ്ടി എഴുതിയിരിക്കുന്നേ? നമ്മുടെ ഉപദേശത്തിനായിട്ട്, നമ്മളുടെ റിട്ടൺ ഫോർ ഇൻസ്ട്രക്ഷൻ, ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് നമ്മൾ അവിടെയും 1 Corinthians 10:11 നമ്മൾ വായിച്ചു. ഇവിടെ റോമർ 15:4 എന്താ നമ്മൾ വായിക്കുന്നത്? ബുദ്ധി ഉപദേശത്തിനായിട്ട്. അതായത് ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ നമുക്ക് കൂടുതലൊരു ജീവൻ, കർത്താവിന്റെ ഒരു ജീവൻ, കർത്താവിന്റെ ഒരു ആത്മാവിന്റെ പകർച്ച നമുക്ക് ഉണ്ടാവുന്ന എപ്പോഴാണ്? നമ്മളുടെ ജഡത്തിലെ കൽമഷങ്ങളെ നമ്മൾ കൂടുതലായിട്ട് കാണുകയും നമ്മളുടെ ശരീരമാകുന്ന ഈ കനാന്യ ദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന, ഈ ജഡത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പല മല്ലന്മാരെയും ചില രാക്ഷസന്മാരെയൊക്കെ കണ്ട്, അവിശ്വാസത്തിന്റെ രാക്ഷസന്മാരെ, ദുർമോഹത്തിന്റെ രാക്ഷസന്മാരെ, അല്ലെങ്കിൽ ഹൃദയകാഠിന്യത്തിന്റെ രാക്ഷസന്മാരെ, മല്ലന്മാരെ, പിന്നെന്താ പിന്മാറ്റത്തിന്റെ, പെറുപെറുപ്പിന്റെ, മത്സരത്തിന്റെ ഒക്കെയുള്ള രാക്ഷസന്മാരെയൊക്കെ കണ്ട് അതിനെയും കൂടെ സാവടിക്കണം എന്ന് പറഞ്ഞാൽ, തമിഴിൽ സാവടിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തമിഴൊക്കെ കയറി വരുന്നുണ്ട്. തമിഴ് സഹോദരങ്ങളൊക്കെ കൺസൾട്ടേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സാവടിക്കണം എന്ന് പറഞ്ഞാൽ കൊല്ലണം, കൊല്ലണം ആ മല്ലന്മാരെ കൂടെ കർത്താവേ, ജീവിതത്തിലെ കർത്താവേ. അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കർത്താവേ അവിടുത്തെ വെളിച്ചത്തിന് മുമ്പാകെ വന്ന് അവരെല്ലാം
ആത്മാവിനാൽ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ അങ്ങ് മരിപ്പിക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ജ്വാലയുള്ള വചനമാകുന്ന വാളുകൊണ്ട് ഈ രാക്ഷസന്മാരെയൊക്കെ ഓരോ ദിവസവും കൊല്ലാൻ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ചില ക്യാമ്പുകളിലൊക്കെ ആൾക്കാരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മറ്റുള്ളവരെ കൊല്ലാനല്ല, നമ്മളെ തന്നെ കൊല്ലാനല്ല, നമ്മുടെ ജഡത്തിനെ കൊല്ലാനായിട്ട്. നമ്മളെ തന്നെ കൊല്ലാൻ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ തെറ്റിദ്ധരിച്ച് ചിലതുണ്ട്. നമ്മുടെ ജഡത്തിലുള്ള ദുർമോഹങ്ങളെ ഒക്കെ ആ ഒരു ജഡത്തിലുള്ള അവിശ്വാസത്തെയും ഇതൊക്കെ കൊല്ലാൻ തക്കവണ്ണം നമ്മുടെ ഉപദേശത്തിനായിട്ട്, അതാ റോമർ 15:4 നമ്മൾ വായിച്ച് ഇതൊക്കെ മുന്നിൽ, ഇതെല്ലാം ദൈവത്തിന്റെ തിരുവഴുത്തും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവഴുത്തുകളാൽ എന്തുണ്ടാകും? സ്ഥിരത ഉണ്ടാകും. തിരുവഴുത്തുകൾ നമുക്ക് എന്താ? പെർസീവറൻസ്, നമുക്ക് എന്താ? സോ ദാറ്റ് ത്രൂ പെർസീവറൻസ് ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്, ഈ തിരുവഴുത്തുകളാൽ എന്തൊക്കെ ഉണ്ടാകും? നമുക്ക് സ്ഥിരത. എന്നുവെച്ചാൽ ഒരു ദിവസം നമ്മൾ ഭയങ്കര കർത്താവേ ഞാനെല്ലാം അങ്ങേക്കായിട്ട് നേരിടുന്നു, ചെയ്യുന്നു, സമസ്തവും നിനക്കായി എന്നൊക്കെ പാടും. ഒരു ദിവസം അയ്യോ എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടമൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റത്തില്ല, ഞാൻ അതൊക്കെ വിട്ടിട്ടറിഞ്ഞിട്ട് അതൊക്കെ മടുത്തു എന്ന് പറയുന്ന സ്ഥിരതയുണ്ടോ? ഇല്ല. കർത്താവേ എന്ത് വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ രോഗങ്ങളോ നിന്ദങ്ങളോ അപമാനങ്ങളോ ഒക്കെ വന്നാലും കർത്താവേ ഞാൻ അങ്ങേക്കുള്ളവനാണ്, അങ്ങനെ വിലയ്ക്ക് വാങ്ങിയ അടിമദാസനാണ് ഞാൻ. എന്താ? സ്ഥിരത. അതാ ആ തിരുവഴുത്തുകൾ നമുക്ക് തരുന്ന എന്താ? സ്ഥിരതയാലും ആശ്വാസത്താലും. തിരുവഴുത്തുകൾ സ്ഥിരത മാത്രമല്ല, ഒരു ആശ്വാസം, ഒരു എൻകറേജ്മെന്റ്, ഒരു സന്തോഷം, ഒരു ഉത്സാഹം. കർത്താവിന് മാർഗോട് ചാടിയിരിക്കുന്ന ഒരു ആശ്വാസത്തെ കുറിച്ച് ഞങ്ങൾ ഇന്നലെ ഒരു കൂട്ടായ്മയിൽ സംസാരിച്ച്, അത് സംസാരിച്ച് ഇരിക്കേണ്ട വലിയൊരു ആശ്വാസമായിരുന്നു. അതുപോലെ നല്ലൊരു വളരെ ഒരു നീതിയുള്ള ഒരു ഇടമേന്റെ മെസ്സേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കർത്താവ് നമ്മുടെ മാർഗോട്, കർത്താവ് തന്റെ മാർഗോട് ചേർത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ തോളത്ത് വിട്ട് ഉത്സാഹിപ്പിക്കുന്ന ഒരു കർത്താവ്. ആ തിരുവഴുത്തുകളാൽ വരുന്നൊരു സ്ഥിരതയുണ്ട്, ആശ്വാസമുണ്ട്. ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിനത്, സോ ദാറ്റ് വി മൈറ്റ് ഹാവ് ഹോപ്പ്. നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മൾ കനാൻ ദേശം മുഴുവനായിട്ട് പിടിച്ചടക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന സ്വസ്ഥതയുടെ നിറവിലേക്ക് ഞാൻ ഇനിയും വരും. ആ ഒരു 100% ഞാൻ ആയുവാണ്. നമ്മളെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ 100% നമ്മൾ എത്തത്തുള്ളൂ. ആ പരിചിതമായ പൂർണ്ണത എപ്പോഴേ നമ്മൾ എത്തത്തുള്ളൂ. പക്ഷെ കർത്താവ് ഞാൻ പ്രസിംഗ് ഓൺ ടു ദ പെർഫെക്ഷൻ, ഞാൻ പരിജ്ഞാന പൂർത്തിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് ആയുകയാണെന്നാണ് എബ്രായർ 6 രണ്ടാമത്തെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇംഗ്ലീഷിൽ 1-ാമത്തെ വാക്യത്തിലും മലയാളത്തിൽ 2-ാമത്തെ വാക്യത്തിലേക്ക് എബ്രായർ 6 അത് നമ്മൾ വായിക്കുന്നുണ്ട്. പരിജ്ഞാന പൂർത്തിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക്, പെർഫെക്ഷനിലേക്ക് ആയിക എന്നുള്ളൊരു കാര്യം നമ്മളവിടെ എബ്രായർ 6-2 വാക്യം. ആ ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പം അതാ ഈ പഴയ നിയമം, പഴയ ഉടമ്പടി നമുക്ക് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ച ഏതാനും കാര്യങ്ങൾ, ഞാനന്ന് അക്കവിട്ട കാര്യങ്ങള്, അത് നമ്മള് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തില് നമുക്കതൊന്ന് കാണുവാന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ എന്താ ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മളോട് പറഞ്ഞത്? മർമറിങ്, വെറുവെറുപ്പ്, ഗ്രംബ്ലിങ്. ഇവിടെ നമ്മൾ 1 Corinthians 10 നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അവിടെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 1 Corinthians 10:10 അവരിൽ ചിലർ പെറുപെറുത്ത് സംഹാരിയാൻ നശിച്ചു പോയതുപോലെ നിങ്ങൾ പെറുപെറുക്കുകയും വരരുത്. നമ്മള് പെറുപെറുപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വായിക്കുന്ന ഒരു ദൈവജനത്തിന്റെ കമാൻഡ്മെന്റ് ഉണ്ട്. എവിടെ? പെറുപെറുപ്പും വാദം. എവിടെ റെഫറൻസ്? ബൈബിൾ ക്വിസ് എല്ലാം. ഫിലിപ്പീൻസ് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യണം. ഫിലിപ്പിയർ 2:14 വാക്യം. ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അതിന്റെ 14-15 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്ന ഒരു വക്രതയും കോട്ടവും ഉള്ള ഒരു തലമുറയിലാണ് നമ്മൾ. ആ തലമുറയുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിന്റെ നടുവിൽ നിങ്ങൾ നിന്ന് ഇല്ലാത്തവരും, ആ ഒരു നമ്മുടെ പാപത്താൽ വരുന്നൊരു നിന്നെ കുറിച്ച് അവിടെ പറയുന്നത് വിതൗട്ട് റിപ്രോച്ച്, ബ്ലെയിംലെസ് എന്നാ പറയുന്നത്. ആ ഒരു അനിന്യരായിട്ട്, മറ്റുള്ളവർക്ക് കുറ്റം പറയാനില്ലാത്തവരായിട്ട്, പരമാർത്ഥികളായിട്ട്, ഇന്നസെന്റ് പരമാർത്ഥികൾ, സിൻസിയർ ആയിട്ട്, ആത്മാർത്ഥതയുള്ളവരായിട്ട്, ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്, അതെ, നിഷ്കളങ്ക മക്കളും, ബ്ലെയിംലെസ് ആൻഡ് ഇന്നസെന്റ് ചിൽഡ്രൻ എബവ് റിപ്രോച്ച് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യും. ഡു എവറിത്തിങ്, ഡു ഓൾ തിങ്സ് വിതൗട്ട് ഗ്രംബ്ലിംഗ് ഓർ ഡിസ്പ്യൂട്ടിങ്. ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജഡത്തിൽ നിന്നൊരു അസ്വസ്ഥത ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ അങ്ങ് വാക്കിനാലും ചിലപ്പോൾ പറയത്തില്ലായിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടെ മൂത്ത് വാക്കിനാലും കൂടെ പറയുമായിരിക്കും, ഇവരെ കൊണ്ട് തോറ്റു. നമ്മുടെ അപ്പനമ്മമാരെ കുറിച്ചായിരിക്കും, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചായിരിക്കും, നമ്മളുടെ ഭാര്യയെ കുറിച്ചായിരിക്കും, ഭർത്താവിനെ കുറിച്ചായിരിക്കും, മക്കളെ കുറിച്ചായിരിക്കും.
ഓ ഈ കൊച്ചിന് എപ്പോഴും അസുഖമാണ്, അല്ലെങ്കിൽ ഈ ആ, ആ, ഭാര്യ ഇവളെ എപ്പോഴും ഉപ്പ് കൂട്ടി കറി ഉണ്ടാക്കി തരത്തുള്ളൂ, അല്ലെങ്കിൽ ഭർത്താവ് ഇവരെപ്പോഴും ഇങ്ങനെ ഞാൻ എത്ര പറഞ്ഞാലും കടയിൽ നിന്ന് പറയുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയരുന്ന ചില അസ്വസ്ഥതകളും പെറുവിറുപ്പും വാദവും ആ ഒരു ഗ്രംബ്ലിങ്ങോ ഡിസ്പ്യൂട്ടിങ് അങ്ങനെ ചെയ്യാതിരിക്കുമോ ആ പെറുവിറുപ്പും വാദവും എല്ലാം നമ്മള് ആ ജഡത്തിൽ നിന്ന് ഉയരാവുന്ന ആ കാര്യങ്ങളൊക്കെ അത് ആ പാമ്പ് തല പൊക്കാൻ നേരത്ത് തന്നെ ആ പാമ്പിനെ അടിച്ച് കൊല്ലുവാണെങ്കിൽ നമ്മുടെ എങ്ങനെ ആയിരിക്കും? അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവില് നമുക്ക് എന്ത് കിട്ടും? ജ്യോതിസ് കിട്ടും. ഇപ്പൊ നമ്മുടെ ജ്യോതിസ് അവിടെ പരീക്ഷ നീറ്റ് എൻട്രൻസിന് പരീക്ഷ എഴുതാൻ പോവുക. പക്ഷെ ഇവിടെ ഒരു ജ്യോതിസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ? അതിന്റെ 15-ാമത്തെ വാക്യം, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവരുടെ ഇടയിൽ ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവില് നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ദ വേർഡ് ദ വേർഡ് ഓഫ് ലൈഫ്, ഹോൾഡിംഗ് ഫാസ്റ്റ് ദ വേർഡ് ഓഫ് ലൈഫ്, അവിടെ ജീവന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് ലോകത്തില് എങ്ങനെ പ്രകാശിക്കുന്നു? ജ്യോതിസുകളെ പോലെ. നമ്മളുടെ അജിതന്റെ മോന്റെ പേര് ജ്യോതിസ്. ജ്യോതിസിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? പ്രകാശം. ഞങ്ങളുടെ വീട്ടുപേര് ജ്യോതിസ് എന്ന. ഇപ്പം താമസിക്കുന്ന വീട്, പുതിയ വീടിന്റെ പേര് സാന്ത്വനം ഇടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ജ്യോതിസുകളായിട്ട് വെച്ചാൽ ബാക്കി ലോകത്തെല്ലാം പെറുവിറുപ്പും വാദവും ഉള്ള ജനങ്ങളാണ്. ഒത്തിരി ടെൻഷനും അസ്വസ്ഥതയും കുറ്റപ്പെടുത്തലുകളും അപവാദം പറച്ചിലും ഗോസിപ്പും പരദൂഷണമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ജീവിക്കുമ്പോൾ അവരുടെ നടുവില് നമ്മള് ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഈ പെറുവിറുപ്പും വാദത്തിന്റെ ഓപ്പോസിറ്റ് സ്തോത്രം. അത് നമ്മളതിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ഇതേ ഫിലിപ്പിയർ 4:4 വരുമ്പോൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുകയും പിന്നെ ഞാൻ പറയുന്നത് സന്തോഷിക്കുകയും സന്തോഷത്തോടെ കർത്താവിനെല്ലാം സ്തോത്രം കരുതിക്കുന്ന ഒരു കാര്യം. ബാക്കി ശരിയാണ്, നമുക്ക് വേദന ഉണ്ടാകുന്ന ചില കാര്യങ്ങളുടെ പ്രയാസം അവിടെ. ഐ ചൂസ് ടു പ്രൈസ് യു ലോർഡ്, അവിടെ ഒരു സാക്രിഫൈസ് ഓഫ് പ്രൈസ്, ആ ഒരു സ്തോത്രയാഗം എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നേ? സ്തോത്രയാഗം എന്ന് എവിടെ വായിക്കുന്നത്? എബ്രായർ 13-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തില് നമ്മുടെ സ്തോത്രയാഗത്തെ കുറിച്ച് വായിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്തോത്രം പറയാൻ സ്വാഭാവികമായിട്ട് തോന്നുന്നില്ല, പക്ഷെ നമ്മുടെ ആ ജഡത്തിനെ യാഗം കഴിച്ചുകൊണ്ട് അവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളെ കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് അതരത്തിലൂടെ സ്തോത്രം പറയുമ്പോൾ എന്താ? എബ്രായർ 13-15 എന്താ പറയുന്നത്? അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇടപെടാതെയുള്ള ഒരു സ്തോത്രയാഗം എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ തക്കവണ്ണം നന്ദിയോടെ നന്ദി ഞാൻ പാടിയിടുവോ നമ്മൾ പാടിയതുപോലെ. അപ്പൊ ആ ഒരു നമ്മൾ മാമറിങ്ങിനെ കുറിച്ച് കേട്ടു. പിന്നെ അവിശ്വാസത്തിന് ഓപ്പോസിറ്റ് എന്താ? വിശ്വാസം. നമ്മളുടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നൊക്കെ അത് സഹോദരന്മാരോട് പറയുക, അവിശ്വാസികളോട് പറയുകയല്ല. സഹോദരന്മാരെ എബ്രായർ 3:13 നമ്മളെടുത്ത് പെട്ടെന്നെടുത്ത് വായിക്കുവാണെങ്കിൽ അവിടെ ആരോടാ പറയുന്നേ? അവിശ്വാസികളെ എന്നും പറഞ്ഞ ലോകക്കാർക്ക് എഴുതുമല്ലേ അവിടെ എബ്രായ ലേഖകൻ. ഒരു ബിഷപ്പ് പൗലോസ് തന്നെ ആയിരിക്കും എബ്രായ ലേഖകൻ. അവിടെ എബ്രായർ 3:13 അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ന് എവിടെ പറയുന്നേ? അവിടെ 12-ാമത്തെ വാക്യം എബ്രായർ 3:12 സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിനെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. അപ്പം ഈ നമുക്ക് നമ്മള് വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള നമുക്കും ഈ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ഹൃദയം ഒരു ദൈവത്തിന് മുമ്പാകെ ഒരു ദുഷ്ടത നിറഞ്ഞൊരു ഹൃദയമാണ്. ആ വിശ്വസിക്കുന്നവരായിട്ടുള്ള നമ്മളാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതെന്നൊക്കെ നമ്മൾ എബ്രായർ 4:2-3 വാക്യങ്ങൾ 3-ാമത്തെ വാക്യമൊക്കെ നമ്മള് വായിച്ചു കേട്ടു. എങ്ങനെ നമുക്ക് വിശ്വാസം ലഭിക്കുന്നേ? വിശ്വാസം കേൾവിയാലും ക്രിസ്തുവിന്റെ വചനത്താലും ലഭിക്കുന്നു എന്ന് എവിടെ പറയുന്നേ? റോമർ 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവവചനത്തിലൂടെ, അതായത് ദൈവവചനത്തിലൂടെ നമ്മൾ ദൈവവചനം വായിക്കുന്നതിലൂടെ റോമർ 10:17 നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് വിശ്വാസം അങ്ങനെ ലഭിക്കുന്നത് നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ബാക്കിയുള്ളവരിലൂടെയൊക്കെ ദൈവവചനം കേൾക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആ വചനത്തിന് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താണ്? വിശ്വസ്തത, ഇന്ദ്രിയജയം എന്നൊക്കെയാണ് നമ്മളുടെ സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണെന്ന് വെച്ചാൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. എന്നാൽ കുറച്ചുകൂടെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഇന്ദ്രിയജയം എന്നാണ്. ഗലാത്യർ 5:22-23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ 9 ആസ്പെക്ട്സ്, 9 ഘടകങ്ങൾ ആ ഒരു
ഫലത്തിന്റെ 9 ഘടകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം. അത് കഴിഞ്ഞിട്ട് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പിസ്റ്റിസ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പിസ്റ്റിസ് എന്നുള്ള വാക്കിന് ബൈബിളിലെ 244 തവണ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് 239 തവണയും ആ വാക്കിന് ഫെയ്ത്ത്, വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വസ്തത എന്നുള്ളൊരു മീനിങ് ഉണ്ട്, എന്നാൽ വിശ്വാസം എന്ന് ആണ് അവിടെ സിമ്പിളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കാര്യം. വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പം അത്രയും തോന്നാനായിട്ടായിരിക്കും അതിന്റെ സത്യവേദ പുസ്തകം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമ്മുടെ തമിഴ് സഹോദരന്മാരോട് ചോദിച്ചാൽ തമിഴ് ബൈബിൾ വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ തമിഴ് സഹോദരന്മാർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകാൻ കാരണം അവർക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് വിശ്വാസം. നമ്മളുടെ ഗ്രിറ്റിംഗ് ഓഫ് ദി ടീത്ത്, നമ്മളുടെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം വരുത്തില്ല. പല കാര്യങ്ങളും, പല പ്രതിസന്ധികൾ, പല രോഗാവസ്ഥകൾ, പല സാമ്പത്തിക ഞെരുക്കങ്ങൾ, പല പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില പ്രയാസമുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ കർത്താവിന്റെ പരമാധികാരത്തിലുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം വേണമെങ്കിൽ ആ സമയത്ത് കർത്താവെ അവിടുന്ന് എന്നോട് എന്താ അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കേൾക്കുകയും ദൈവാത്മാവ് ദൈവവചനത്തെ നമ്മൾ ഓർപ്പിക്കുകയും ആ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ പരമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ ആത്മാവില് നടത്തി. പരിശുദ്ധാത്മാവിന്റെ പരമായിട്ടുള്ള ഒരു വിശ്വാസം ആ സാഹചര്യത്തില് സ്തെഫാനോസിനെ കുറിച്ച് എന്താ പറയുന്നേ? അപ്പോസ്തലപ്രവൃത്തികൾ 6:5. നമ്മള് ഓറഞ്ചിന് ചിലര് ആറഞ്ച് എന്ന് പറയും അല്ലേ? ഓർക്കാൻ എളുപ്പത്തിന് ഞാനത് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തില് സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നത് ഇതാ. നമ്മുടെ ഇവിടെ സ്തെഫാനോസിനെ പോലുള്ള നല്ല ചെറുപ്പക്കാരന്മാര്, ഇവിടെ നമ്മുടെ യുവ കേസരികളായിട്ടുള്ള സൗരന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളെ കുറിച്ച് എന്താ ദൈവാത്മാവ് സാക്ഷിക്കണ്ടേ? സ്തെഫാനോസ് ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറയപ്പെട്ട സ്തെഫാനോസ് എന്ന് നമ്മള് അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തില് വിശ്വാസവും പരിശുദ്ധാത്മാവും പറഞ്ഞ പുരുഷനായ സ്തെഫാനോസ് കേട്ടോ. 6:5 അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസം, പല പ്രതിസന്ധികളും നമുക്കിപ്പം വലിയ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്ന ചില നമ്മളെ നിരാശപ്പെടുത്താവുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, പല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു കർത്താവെ അങ്ങനെയുള്ള ഒരു വിശ്വാസം, പരിശുദ്ധാത്മാവ് അതിലൂടെ കർത്താവിന്റെ ശബ്ദത്തെ കേട്ട് പരിശുദ്ധാത്മാവ് പകരുന്ന നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ നമ്മള് റിബല്ലിനെ കുറിച്ച് കേട്ടു, മത്സരത്തെ കുറിച്ച് കേട്ടു, നമ്മളെ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ സഭയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. എബ്രായർ 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണോ? അത് അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു നല്ലൊരു വാക്യമാണ്. അവിടെ എബ്രായർ 13:17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകെ ദൈവത്തിന് മുമ്പാകെ അവർ കണക്ക് കൊടുക്കണം നിങ്ങളെ കുറിച്ച്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രാണന് വേണ്ടി അവര് ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ. അവരെ എങ്ങനെ വഴി നടത്തണം എന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നുള്ളൊരു ഞരക്കത്തോടുകൂടി അല്ല, മറിച്ച് അവർ സന്തോഷത്തോടെ നടത്താനും കണക്ക് കൊടുക്കാനും ഒക്കെ ചെയ്യാൻ ഇടവരുത്തുവിൻ. അല്ലാതിരുന്നാൽ അത് അവർക്കല്ല, നിങ്ങൾക്ക് ദോഷമെന്ന് അവിടെ പറയുന്നുണ്ട്. ആ ഒരു ദൈവം വെച്ചിരിക്കുന്ന സഭയിലാവട്ടെ, നമ്മുടെ വീട്ടിലെ അപ്പനമ്മമാര്, മുഴുവൻ സഹോദരന്മാര്, നമ്മളുടെ ജോലി സ്ഥലത്തുള്ള ഉദ്യോഗസ്ഥര്, നമ്മളിവിടെ ഇപ്പം ഒരു ബസ്സിൽ പോകുമ്പോൾ കണ്ടക്ടറും ഡ്രൈവറുമാണ് അവിടുത്തെ അധികാരം. നമ്മളൊരു ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പം അവിടുത്തെ സെക്യൂരിറ്റി നമ്മളുടെ ഇവിടെ അവിടെ പാർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അതും ഒരു അധികാരമാണ്. ആ ഒരു അധികാരത്തിന് കീഴടങ്ങുന്ന ഒരു കാര്യം, എവിടെ ഒരു അധികാരം ഉണ്ടോ അവിടെ നമ്മൾ മറുതിരിക്കാതെ ചിലപ്പോൾ പുറമേ നമ്മൾ ചെയ്യുമായിരിക്കും, പക്ഷെ ഉള്ളിലൊരു അവനാരെ എന്നോട് ഇങ്ങനെ പറയാം എന്നുള്ളൊരു ആ ഒരു ചിന്തയാണ്. പക്ഷെ ഉള്ളില് ആ ഒരു മത്സരത്തിന്റെ ഒരു ആത്മാവ് വേണ്ട. അങ്ങനെ ആ ഒരു സ്പിരിറ്റ് ഓഫ് സബ്മിഷനോടുകൂടി യേശു ഏറ്റവും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മാതാപിതാക്കൾക്ക്, ഏറ്റവും അപൂർണരായിട്ടുള്ള മാതാപിതാക്കളായിരുന്ന യോസേഫിനും മറിയത്തിനും ഒക്കെ കീഴടങ്ങിയിരുന്നത് പോലെയുള്ള അതുപോലെ കർത്താവേ തുടങ്ങിയതുപോലെ സ്പിരിറ്റ് ഓഫ് സബ്മിഷൻ എപ്പോഴും ഒരു സ്പിരിറ്റ് ഓഫ് റിബല്യന്റെ ഒരു പാമ്പിൻ കുഞ്ഞു പോലും കർത്താവിന്റെ ജഡത്തിലുണ്ടാകരുതേ. അതിനെല്ലാം കൊന്നുകളയാൻ, അത് മാളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ അതിനെ കൊന്നുകളയാൻ. പാമ്പിൻ കുഞ്ഞെന്ന് ഞാൻ പറയാൻ കാരണം എന്താ, ഈ ഓരോ രാഗമോഹങ്ങളോരോ പാമ്പ് കുഞ്ഞുങ്ങൾ പോലെ അത് നമ്മൾ പാലൂട്ടി വളർന്നതിനനുസരിച്ച് അതിങ്ങനെ പെരുമ്പാമ്പായിട്ട് വളർന്നു വരും. അപ്പം പാമ്പ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അത് മാളത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ അടിച്ചു കൊല്ലാൻ, സർപ്പത്തിന്റെ തല തകർത്ത കർത്താവിനെ പോലെ കർത്താവ് അതിനെല്ലാം എന്റെ ജഡത്തില് ഈ രാഗമോഹങ്ങളെയൊക്കെ
കർത്താവെ ക്രൂശിക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു ചിന്ത എന്നൊരു സമർപ്പണത്തോടെ നമുക്കായിരിക്കും. നാലാമത്തെ ആയിട്ട് നമ്മൾ ചിന്തിച്ച് പിന്മാറ്റത്തെ കുറിച്ച് നമ്മൾ പിന്മാറുന്നത് ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല. ഈ കപ്പല് നങ്കൂരം ഇട്ടില്ലെങ്കിൽ എവിടെ പോകും? എവിടെയോ പോകും. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. എവിടെ? എബ്രായർ 2-ാം അധ്യായത്തിൽ നമ്മൾ ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ വലിയ കാര്യത്തെയൊക്കെ ഒക്കെ പല കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൽ തന്നെ ഒരു ഫോക്കസ് വന്നില്ലെങ്കിൽ നമ്മൾ കേട്ടതിൽ നിന്നൊക്കെ അങ്ങ് ഒഴുകിപ്പോകും. അത് എബ്രായർ 2:1 അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അധികം ശ്രദ്ധയോടെ. ഈ എബ്രായർ 10:38 പേർ വായിച്ചു പിന്മാറി പോകുന്നുവെങ്കിൽ എന്റെ ഹൃദയത്തിന് സന്തോഷമില്ല. അതിന്റെ തൊട്ട് മുമ്പേ ഉള്ള വാക്യമാണ് എന്താ 24-25 സഭായോഗങ്ങളെ മുടക്കരുത് എന്നുള്ള കാര്യം വായിക്കുന്നത് നമ്മുടെ. അതായത് പിന്മാറി പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുവാണ്. എബ്രായർ 10:38 പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തില് അവന് പ്രസാദമില്ല. അതിന്റെ തൊട്ട് മുമ്പാണ് 24-25 വാക്യങ്ങളിൽ ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ ചിലർ ചെയ്യുന്നത് പോലെ ഓൺലൈനായിട്ട് മാത്രം. ഇന്ന് ചില സാഹചര്യങ്ങളോട്ട് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന അധികാരം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ ചിലർ ചെയ്യുന്നത് പോലെ, ബാക്കി ചിലർ ചെയ്യുന്നത് പോലെ പലപ്പോഴും ഓൺലൈനായിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുകയും ഓഫ്ലൈനായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടായിട്ടും വരാതിരിക്കുകയൊക്കെ ചിലർ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈനായിട്ട് പോലും കാണുന്നില്ല. ചിലപ്പോൾ ഒരു മിനായം മാതിരി ചില ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയും, പെട്ടെന്ന് കാണും, പെട്ടെന്നൊന്നും കാണുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറയും. പക്ഷെ നമ്മളത് ചില ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സഹപ്രവർത്തികൾക്കുമായിട്ട് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബാക്ക് സ്ലൈഡിങ്ങിനെ കുറിച്ച്, പിന്നെ ഹൃദയകാഠിന്യത്തെ കുറിച്ച് നമ്മൾ 5-ാമതായിട്ട് കേട്ടു. ഹൃദയം കഠിനപ്പെട്ടു പോകുന്നൊരു കാര്യം. കർത്താവ് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം കർത്താവ് ഈ ശിഷ്യന്മാരെ വിടുന്ന ലക്ഷണമില്ലായിരുന്നു. എന്താ? കർത്താവ് മർക്കോസ് 16-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. പുനരുദ്ധാനം ചെയ്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതേ ഉള്ളൂ. എന്നാൽ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പം അതിന്റെ 14-ാമത്തെ വാക്യം മർക്കോസ് 16:14 അവരെ എന്തിനൊക്കെ ശാസിച്ചു നമ്മൾ വായിക്കുന്നത്. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ചിലപ്പോൾ ഒരു ഷാർപ്പായിട്ട് ഒരു കറക്ഷൻ വേണം, എന്നാലേ നമ്മളുടെ ജഡത്തിലൊരു ഉറപ്പം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ ഒരു ഹൃദയകാഠിന്യത്തെ ശാസിക്കുന്ന ഒരു കഥ നമ്മളുടെ പല കാര്യങ്ങളിലുമൊക്കെ ഒരു ഹൃദയം ഉറപ്പമില്ലാതെ, ഹൃദയത്വമില്ലാതെ ഹൃദയം കഠിനപ്പെട്ട മരുഭൂമിയിലെ വേറെ ആ ഒരു കാര്യം മസ്സായും മരീബയുടെ കാര്യം പറയണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. ഇവിടെ നമ്മള് പുറപ്പാട് ദിവസം 17-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം. ആ സന്ദർഭം പുറപ്പാട് 17 എന്ന് പറയുമ്പോഴും നമുക്കറിയാം എന്താ, അവർക്ക് വെള്ളമില്ലായിരുന്നു. അപ്പം അവര് ദൈവത്തിനെതിരെ പെറുപെറുത്തു. അപ്പോ ആ സ്ഥലത്ത് അവിടെ പാറയെ അടിച്ച് അവിടെ വലിയ നദികളായിട്ട് വെള്ളം ഒഴുകിയ കാര്യം പുറപ്പാട് 17 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതിന്റെ 7-ാമത്തെ വാക്യത്തില് ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്ത് മസ്സ എന്ന് വെച്ചാൽ പരീക്ഷ എന്നും മരീബ എന്ന് വെച്ചാൽ കലഹു എന്നും പേരിട്ടു. അപ്പൊ അങ്ങനെ ദൈവത്തിനെതിരെ മത്സരിച്ച ആ സ്ഥലത്തിന് മസ എന്നും മരീബ എന്നും പേര് വന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. അതാണ് നമ്മൾ 95-ാം സങ്കീർത്തനത്തിൽ ആ കാര്യം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അപ്പം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മള് ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്ന അവിടെ മസയും മരീബയും ഒക്കെ ആയി അത് മാറും. നമ്മളുടെ ഹൃദയത്തില് അത് ഹൃദയകാഠിന്യം അത് കർത്താവ് ഏറ്റവും ശാസിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ 6-ാമത്തെ കാര്യമായിട്ട് നമ്മൾ ദുർമോഹത്തെ കുറിച്ച് കേട്ടു. നമ്മളെ ഗലാത്യർ 5:25 വാക്യം കൂടെ വായിച്ചാണെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് മറ്റുള്ള സൗകര്യങ്ങളിൽ നമുക്ക് കേൾക്കാവില്ല. ഗലാത്യർ 5:25 എന്താ നമ്മൾ വായിക്കുന്നത്? നമുക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ ക്രിസ്തു യേശുവിനുള്ളവർ എന്ത് ചെയ്യുമെന്നാണ് വായിക്കുന്നേ? ഗലാത്യർ 5:24 ഗലാത്യർ 5:24 ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ദൂഷിച്ചിരിക്കുന്നു. രാഗമോഹങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ 3 ടൈപ്പ് രാഗമോഹങ്ങളുണ്ട്. തോമസ് ബാർ എപ്പോഴും പറയും, ഞാൻ എപ്പം വചനം സംസാരിച്ചാൽ ഒരു കാര്യം പറയാതെ വിടത്തില്ല, കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രധാനം. ഇന്നും അത് വന്നു വിഷമിക്കേണ്ട. ഏതെങ്കിലും ഒരു ഭാഷ പറഞ്ഞിട്ട് ഇന്ന് മാത്രം സമീപങ്ങൾ പറഞ്ഞിട്ട് 2:16 എന്താ 3 തരത്തിലുള്ള ജഡമോഹങ്ങളുണ്ട്. 3 തരത്തിലുള്ള മോഹങ്ങളുണ്ട്. കൺമോഹൻ, ജഡമോഹൻ, ജീവിതത്തിന്റെ പ്രധാനം. ഈ 3 തരത്തിലുള്ള രാഗമോഹങ്ങൾ, കൺമോഹൻ, ജഡമോഹൻ, ജീവിതത്തിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ കൺമോഹൻ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ജഡമോഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈംഗികമായിട്ടുള്ള മോഹങ്ങള്, വിവാഹത്തിന് വെളിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെന്താ ഭക്ഷണത്തോടും ഉറക്കത്തോടും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലുള്ള ഭക്ഷണം, ഉറക്കം, ലൈംഗികത ഒക്കെയുള്ള ആ കാര്യങ്ങള്, അത് ജഡമോഹം.
പിന്നെ ജീവിതത്തിന്റെ പ്രതാപം, മനുഷ്യമാനം തേടുന്നതും അതിൽ നിന്ന് വരുന്ന ഉത്കണ്ഠയും ആകുലതയും വെപ്രാളവും ടെൻഷനും മറ്റുള്ളത് വിധിക്കുന്ന മനോഭാവവും ആ ഒരു ദേഷ്യവും ബോധവും എല്ലാം ഒരു ജീവിതത്തിന്റെ പ്രതാപത്തിൽ വരുന്ന കാര്യങ്ങൾ. ഒരു ഞാൻ എന്നുള്ളത് അയ്യോഭാവം ഞാനേ ആയത്, അമ്പട ഞാനേ എന്നുള്ളതായാലും അതൊക്കെയുള്ള ആ രാഗമോഹങ്ങളെ ക്രിസ്തു യേശുവിനുള്ളവരെല്ലാം എന്ത് ചെയ്യും? ഞാൻ യേശുവിൻ്റെതാണ് എന്ന് നമ്മള് അന്ന് തന്നെ, ഞാൻ എൻ്റെ പ്രിയൻ്റെതാണ്, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു എന്നൊക്കെ നമ്മള് സമോസം ഉത്തമഗീതം 7-ന്റെ 10-11 വാക്യങ്ങളിൽ, ഇംഗ്ലീഷിൽ 10-ാമത്തെ വാക്യം, മലയാളത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കന്യാഴ്ചയും കണ്ടായിരുന്നു. യേശുവിൻ്റെതാണെന്ന് നമ്മുടെ ആ പ്രിയൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ നമുക്കൊരു ശക്തി തരും. എന്തിനു വേണ്ടിയാ? നമ്മുടെ ജീവിതത്തിലെ രാഗമോഹങ്ങളെയൊക്കെ ക്രിസ്തുവിന് ക്രിസ്തുവിനോടുകൂടെ രാഗമോഹങ്ങളെ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തിൽ അതിന് രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അതിപ്പോഴും കർത്താവിന്റെ ജഡ എപ്പോഴും ക്രൂശിൽ തന്നെ ആയിരിക്കാൻ എന്നെ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ക്രൂശിൽ തന്നെ എൻ്റെ ആ സ്വന്തം ഇഷ്ടം ജഡം എപ്പോഴും ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡത്തിലെ പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആ ദുർമോഹങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഏത് തരത്തിലുള്ള ദുർമോഹങ്ങളും ആവട്ടെ, അതെല്ലാം അവിടെ കാണുമ്പോൾ കർത്താവ് എപ്പോഴും ക്രൂശിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ, തന്നെ ഒരു സീറോ ആയിട്ട്, ഒരു പൂജ്യമായിട്ട്, ഒട്ടപൂജ്യമായിട്ട് ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജീവൻ അധികമായിട്ട് ഒന്ന് നിറയുവാൻ ഇടയാകും. അപ്പോൾ നമുക്ക് യേശുവിനെ പോലെ കൂടുതലായിട്ട് ആയിത്തീരാനൊക്കെ കൂടുതലായിട്ട് കനാന്യ സ്വസ്ഥത, കനാന്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതയുടെ ജീവിതം കർത്താവിനോട് കൂടുതലായി തീർന്ന് കർത്താവിനെ പോലെ കർത്താവിനോട് കൂടി ചേർന്ന് ജീവിക്കാനും വലിയ സ്വസ്ഥതയോടെ അനുഗ്രഹത്തോടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും ഒക്കെ അത് നമ്മളെ ഇടയാക്കും. നമ്മുടെ ജഡത്തിലെ ഈ കാര്യങ്ങളെയൊക്കെ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ, ദൈവവചനത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ കണ്ട് മനസ്സാന്തരപ്പെടുവാൻ നമ്മുടെ ഇത്രയും സഹായിക്കട്ടെ. ഇന്നെ ഞാൻ സമ്പൂർണമായി കയ്യിൽ തന്നിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു കർത്താവെ, അതൊരു കളവായി പോകരുത്. കർത്താവെ, എനിക്ക് വെളിച്ചമുള്ളിടത്തോളം എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഞാൻ നൽകുന്നു. കർത്താവിനായിട്ട് കർത്താവ് അയക്കുന്നിടത്തേക്ക് പോകുവാന്, നടനോടി അവരുടെ നാമത്തെ ഘോഷിക്കുവാൻ എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവെ, നമ്മൾ ഇന്ന് കേട്ട വചനത്തിന് ഒരു പ്രതികരണമായിട്ട്, ഒരു റെസ്പോൺസ് ആയിട്ട് കർത്താവെ, ഞാൻ എന്നെ തന്നെ എൻ്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കാനായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ സ്വന്തം ഇഷ്ടമൊന്നും വേണ്ട. ഇനി മുതൽ എൻ്റെ ജീവിതത്തിലെ കർത്താവെ അവിടുത്തെ ഇഷ്ടം മാത്രം മതി. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ കർത്താവെ ഒരു പൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടത്തേക്ക് പ്രസാദകരമായിട്ടുള്ള ജീവിതം ഇസ്രായേൽ മക്കളിൽ കർത്താവ് പ്രസാദിച്ചില്ല എന്ന കർത്താവെ, ഇവന്റെ പ്രിയപുത്രനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇതിനെ കുറിച്ച് കർത്താവെ അതിലേക്ക് പറയാൻ സാധിക്കണം. കർത്താവെ, അതിനായിട്ട് എന്നെ സഹായിക്കണം. ആ ഒരു നിലവിളിയോടെ, ആ ഒരു ഉറച്ച നിലവിളിയോടെ, അഭയാചനയോടെ കർത്താവിനെ ഉന്നതനെ സമർപ്പിച്ചുകൊണ്ട് ആ സമർപ്പണ സാധുപ്രമാസനായിട്ട് കർത്താവിന്റെ നാസികയിലെത്തട്ടെ. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. അതെ കർത്താവേ, ഞങ്ങൾ തന്നെ സമ്പൂർണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. ഞങ്ങൾക്ക് അതല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും കർത്താവെ? ഇത്ര വലിയ വിഷയം ഞങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങള് കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഒഴുകി പോകുവാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അത് അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ തിരശ്ശേരിക്കപ്പുറം നങ്കൂരം ഇടുവാൻ കർത്താവെ, ആ പ്രത്യാശയോടെ നങ്കൂരം ഇടുവാൻ, അതിവിശുദ്ധ സ്ഥലത്ത് ക്രിസ്തുവാകുന്ന ഈ ഭൂമിയുടെ പാറമേൽ തന്നെ നങ്കൂരം ഇടുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. അതെ, ഞങ്ങള് ഒഴുകി പോകുന്നവരായിട്ടല്ല കർത്താവെ, പല കാര്യങ്ങൾ കേട്ട് കർത്താവെ ഞങ്ങളെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാതെ, ഒഴുകി പോകാതെ കർത്താവെ, ഞങ്ങള് അങ്ങനെയൊക്കെ തന്നെ ഈ പ്രത്യാശയാകുന്ന നങ്കൂരത്തെ പിടിച്ച് ആ വിശുദ്ധ സ്ഥലത്തേക്ക് തന്നെ വന്ന് അവിടെ തന്നെ നിലനിൽക്കുവാൻ, വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടത്തേക്ക് ഏറ്റവും പ്രസാദകരമായിട്ടൊരു ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഇസ്രായേൽ മക്കളെ കുറിച്ച് അങ്ങേക്ക് സാധിക്കാതെ പോയ ആ കാര്യം ഇന്ന് ആത്മീയ ഇസ്രായേലായ ഞങ്ങൾക്കും കർത്താവെ സാധിക്കാതെ പോകുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് കർത്താവെ ചിന്തിച്ചതും ധ്യാനിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പോകുമായിരുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലൊരു ആഴത്തിലുള്ളൊരു മാനസാന്തരമുള്ളവരായിട്ട്, കൂടുതൽ ജീവൻ പ്രാപിച്ചിട്ടുള്ളവരായിട്ട് കർത്താവെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ പെറുപെറുപ്പും അവിശ്വാസവും മത്സരവും കർത്താവെ, ആ പിന്മാറ്റങ്ങളും ഹൃദയകാഠിന്യവും ദുർമോഹങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് എല്ലാം കർത്താവെ ആ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിട്ട്
ആ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ജീവൻ ഒരു സൗരഭ്യവാസനയായിട്ട് അവിടത്തേക്ക് മണക്കുവാൻ ഇടയാകട്ടെ. അതെ, ആ യാഗപീഠത്തെങ്കിലാണല്ലോ സൗരഭ്യമുള്ള. ഞങ്ങളതിനെ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ നിറയ്ക്കുന്നു. ഞങ്ങളുടെ ഇനി ദിവസങ്ങളിൽ വരാൻ പോകുന്ന ദൈനംദിന ജീവിതത്തില് പല കർത്താവെ പ്രലോഭനങ്ങളിലൂടെ, പല പരീക്ഷകളിലൂടെ ഞങ്ങൾ കടന്നു പോകും. അവിടങ്ങളിലൊക്കെ കർത്താവെ ആ ദുർനടപ്പിനെ വിട്ടുകൂടുവാൻ, യൗവന മോഹങ്ങളെ വിട്ടുകൂടുവാൻ, കർത്താവെ അങ്ങേ വിശ്വസിക്കുവാൻ, എല്ലാത്തിലും അങ്ങേക്ക് സ്തോത്രം കരയേറ്റുവാൻ, കർത്താവെ കീഴടങ്ങുന്ന ഒരു ആത്മാവോടായിരിക്കാൻ, പിന്മാറുന്നവരായിട്ടല്ല മറിച്ച് മുന്നേറുന്നവരായിട്ട്, അങ്ങോട് കൂടുതൽ അടുക്കുന്നവരായിട്ടായി തീരുവാൻ, ഹൃദയം നോക്കമുള്ളവരായിട്ട്, കർത്താവെ ദുർമോഹങ്ങളെയൊക്കെ മരിപ്പിച്ച് കർത്താവെ കൂടുതൽ ശുദ്ധിയുള്ളവരായിട്ട് യേശുവിന്റെ ആ ഒരു നിർമ്മലതയോടുകൂടി ആയിരിക്കാൻ ഞങ്ങൾ ഒത്തിരി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവെ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ എല്ലാവരും നിറച്ചായിട്ട് അനുഗ്രഹിച്ചാണ്. അവിടുത്തെ വചനത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസവും പ്രത്യാശയും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ കേട്ടതുപോലെ. ആ വചനത്താലുള്ള കർത്താവെ അത് ഉപദേശത്തിനായിട്ട് ഞങ്ങൾക്ക് അതിനായിട്ട് ഉളവാകുന്ന ഒരു ആശ്വാസം, എൻകറേജ്മെന്റ്, ഉത്സാഹമുണ്ട്. അതിനായിട്ട് അവിടുത്തെ മാർഗോട് ചേർത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണം. കർത്താവെ അസ്വസ്ഥതയിൽ തന്നെ ആയിരിക്കാൻ ഈ കർത്താവെ രാഗമോഹങ്ങളെല്ലാം കർത്താവെ ജഡമാകുന്ന തിരശ്ശീലയെല്ലാം ചീന്തി കർത്താവെ സാത്താന്റെ തലയെ തകർത്തുകൊണ്ട്, അവിടുന്ന് സാത്താന്റെ തലയെ തകർത്തു ഞങ്ങളുടെ കാൽക്കീഴിലും ആ സാത്താനെ ചവിട്ടി മരിച്ചുകൊണ്ട് ജയാളികളായിട്ട് മുമ്പോട്ട് നീക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതെ കർത്താവെ, പ്രാർത്ഥനയ്ക്കിടനായിട്ട് നന്ദി പറയുന്നു. എല്ലാ ഈശ്വരത്താരുടെ വിലയേറിയ മാതൃകയുള്ള നാട്ടിൽ